പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധായക കുപ്പായമണിഞ്ഞ സിനിമയായിരുന്നു 2019 റിലീസ് ചെയ്ത ലൂസിഫർ. മോഹൻലാൽ നായകനായ ലൂസിഫർ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറി. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനിൽ നിന്ന് ഖുറേഷി അബ്രാം എന്ന അധോലോക നായകനിലേക്കുള്ള മോഹൻലാലിന്റെ മാറ്റം ആരാധകർ ആഘോഷമാക്കി മാറ്റി. ചിത്രത്തിൽ മോഹൻലാൽ ആരാധകർ ഏറെ ആഘോഷിച്ച സീനുകളിൽ ഒന്നാണ് മോഹൻലാലും സായ്കുമാറും തമ്മിലുള്ള സംഭാഷണം. സായ്കുമാർ അവതരിപ്പിച്ച മഹേശ വർമ്മ എന്ന കഥാപാത്രം ഏറെ കാലത്തിന് ശേഷം താരത്തിന് കിട്ടിയ മികച്ച വേഷങ്ങളിൽ ഒന്നായിരുന്നു. ആ സീനിലെ സായ്കുമാറിന്റെ പ്രകടനത്തെ നിരവധി പേർ പ്രശംസിച്ചിരുന്നു. ആ സീൻ ചെയ്യുമ്പോൾ എടുത്ത തയ്യാറെടുപ്പുകളെ കുറിച്ച് സംസാരിക്കുകയാണ് സായ്കുമാർ. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം എന്തിനും മടിക്കാത്തവനാണെന്ന് തന്നെ തന്റെ കഥാപാത്രത്തിന് അറിയാമെന്ന് സായ്കുമാർ പറഞ്ഞു. അയാളുടെ പിതൃത്വത്തെക്കുറിച്ച് തനിക്ക് അറിയാമെന്നുള്ള കാര്യം ഡയലോഗിലൂടെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചതെന്നും സായ്കുമാർ കൂട്ടിച്ചേർത്തു. സ്റ്റീഫനോടുള്ള പേടിയും ഡയലോഗിൽ കാണാമെന്നും സായ്കുമാർ പറഞ്ഞു. ക്യൂ സ്റ്റുഡിയോയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ അവതരിപ്പിച്ച വർമ്മ എന്ന കഥാപാത്രം സ്റ്റീഫനെ ജയിലിൽ കാണാൻ പോകുന്ന സീനിലെ ഡയലോഗ് മോഹൻലാൽ ഫാൻസ് ഒരുപാട് ആഘോഷിച്ചു. പക്ഷേ ആ ഡയലോഗിന് ഒരു കൗണ്ടർ ഡയലോഗും ഉണ്ടായിരുന്നു. അത് പറയുമ്പോൾ സ്റ്റീഫനോടുള്ള പേടിയും ആ ക്യാരക്ടറിനെ കുറിച്ച് തനിക്ക് ചിലത് അറിയാമെന്നുള്ള കാര്യങ്ങൾ പറയാതെ പറയണം. സ്റ്റീഫൻ എന്നയാൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണെന്ന് വർമ്മയ്ക്കറിയാം. ആ ഒരു കാര്യവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ ചുറ്റിവളച്ച് ആരാണ് സ്റ്റീഫന്റെ തന്ത എന്ന് ചോദിക്കുന്നത്. അയാളുടെ നിഗൂഢതയെപ്പറ്റി കുറച്ചൊക്കെ തനിക്കും അറിയാമെന്നുള്ള ധ്വനിയും ആ ഡയലോഗിലുണ്ട്. അങ്ങനെയാണ് ഞാൻ അത് അവതരിപ്പിച്ചത്, സായ്കുമാർ പറഞ്ഞു.